was meant to be. There's a smile on my face, knowing that together everything that's in our way, we're better than alright. Walking between the raindrops, right in the aftershock beside you. Off into the sunset, living like there's nothing left to lose. Chasing after gold mines, crossing the fine lines we knew. Hold on and take a breath, I'll be here every step, walking between the raindrops with you. Take me now. The world's such a crazy place. When the walls come down, you'll know I'm here to stay. There's nothing I would change. Knowing that together everything that's in our way, we're better than alright. Here we stand, the world awaits. We'll let the stars tonight light the way. Hand in hand, through light or rain, it's your constant love that gives me strength. Under the starlight, we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, it captures everything I long to say. So don't look back, love, and don't you wait. Just say you'll run with me, come what may. Under the starlight, we'll find our way, I know. This is the start of something beautiful. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. ആമേൻ. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെപ്പോലുള്ള ഒരു സഖിയെ അവനു വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ മോൻസിനെയും ജെറീനയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികൾ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ.
തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാറിയോസ് പിതാവേ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് മോൺസിനെയും ജെറിനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എല്ലാവിധ പൈശാചിക ശക്തികളുടെ മേൽ വിജയം വരിക്കുന്നതിനും അത്തരത്തിലുള്ള ശക്തികളുടെയും വ്യക്തികളുടെയും മേൽ വിജയം വരിക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട സംരക്ഷണം പരിശുദ്ധ കാവൽമാലാഖമാർ സമൃദ്ധമായിട്ട് നൽകുന്നതിനും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം ഇവരോട് കൂടെ ഉണ്ടായിരിക്കുന്നതിനും ഇവരുടെ കുടുംബജീവിതത്തെ ഈശോ പൗത്രീകരിക്കുന്നതിനും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ മാലാഖമാരെ തുണയായിരിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നും ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തെ ജയിക്കാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കർമ്മങ്ങൾ പാലിച്ച് മാതൃകമായി ജീവിക്കുവാൻ കുടുംബത്തിന് കൃപ നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിനും നന്മയ്ക്ക് വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശ്രദ്ധരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളെ ക്ഷണമാറ്റിയായ സഭയെ നിത്യനായ ദൈവം സ്നേഹം നിന്നെ ഞങ്ങളായി തിരഞ്ഞെടുത്തു. അവരുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ തൊഴിലായി ഇനിയുമാർ അവളെ അനുഗമിക്കും. അവരുല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ മക്കൾ മേശയ്ക്കുപോലെയുമാകും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തൻ്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ.
സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തർവനും ബലവാനമത്തിനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത് എപ്പോഴും ഞങ്ങളെ കടാക്ഷി അനുഗ്രഹിക്കും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം അധ്യായം 3 1 മുതൽ 7 ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹത്തിൻ തിരുവചനം പാതകളിൽ ഇരുളാകെ അകറ്റും. ദൈവത്തിൻ തിരുവചനം പാദങ്ങൾക്ക് വിളക്കായി മാറും. സ്നേഹത്തിൻ തിരുവചനം, ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം പാതകളിൽ ഇരുളാകെ അകറ്റും. ദൈവത്തിൻ തിരുവചനം പാദങ്ങൾക്ക് വിളക്കായി മാറും. സ്നേഹത്തിൻ തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധി കർമ്മത്തിൽ വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുന്നതിന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവരെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം നിന്നും അതികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു കയറും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നിയ വൈദിക ശ്രേഷ്ഠരെ, വിവാഹ ജീവിതത്തിലേക്ക് ഉപനയനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മോൻസൺ, ജെറീന സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നാം വായിച്ചു കേട്ട എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. കാനായിലെ കല്യാണ വിരുന്ന്. അതിൽ നിന്ന് 1-2 ആശയങ്ങൾ പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാനായിലെ കല്യാണ നാളിൽ യേശുതമ്പുരാൻ്റെയും അവൻ്റെ അമ്മയായ മറിയാമിൻ്റെയും അവൻ്റെ 12 ശ്ലീഹന്മാരുടെയും സാന്നിധ്യം ഉണ്ടായതുപോലെ ഓരോ ക്രൈസ്തവ വിവാഹങ്ങളിലും അദർശ്യമായ ക്രിസ്തു സാന്നിധ്യം, അദർശ്യമായ അമ്മയുടെ സാന്നിധ്യം, അദർശ്യമായ 12 ശ്ലീഹന്മാരുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സമയബന്ധിതമായിട്ട് നമ്മുടെ ഓരോ വിവാഹ കർമ്മങ്ങളും മംഗളമായിട്ട് നടക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവീകമായ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് നാം അറിയാതെ വളരെ ഭംഗിയായി അയത്നമായിട്ട് എല്ലാ വിവാഹ കൂദാശകളും പൂർത്തീകരിക്കപ്പെടുവാൻ കാരണമാകുന്നത്. അതുകൊണ്ടാണ്. ആയതിനാൽ നാം കാണുന്നില്ല എങ്കിൽ കൂടിയും കാർമ്മികർക്കിടയിലും ഈ ശുശ്രൂഷ സ്വീകരിക്കുന്നവർക്കിടയിലും അദർശ്യമായ ഒരു ദൈവ സാന്നിധ്യം, ഈശ്വര സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി അങ്ങോട്ട് ഈ പ്രിയപ്പെട്ട മക്കൾ ഓർത്തിരിക്കേണ്ട കാര്യം, നിങ്ങളുടെ സ്നേഹത്തിലും നിങ്ങളുടെ പ്രേമത്തിലും നിങ്ങളുടെ ശാരീരിക സ്നേഹത്തിലുമൊക്കെ അദർശ്യമായ there will be an invisible spiritual presence of our Lord Jesus Christ in all your lovely moments. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ആയതിനാൽ ദൈവത്തിന് ആദ്യമായിട്ട് പ്രഥമ സ്ഥാനം കൊടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, പ്രാർത്ഥനാപൂർവം നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകത്തില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കുവാനുള്ള ദൈവിക ശക്തി, വരദാനം ക്രമേണ നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും. ആയതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ മശിഹാതമ്പുരാൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ, ദൈവമാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ, ശ്ലീഹന്മാരുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ വൈദികർ സമൂലമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. 2, വിവാഹ ജീവിതമെന്ന് പറയുന്നത് ബീങ് വിത്തിൻ ദ ലിമിറ്റ്സ്, പരിധികൾക്കുള്ളിൽ നിൽക്കുവാനുള്ള ഒരു വലിയ വിളിയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. ഒരു ഭാര്യയെ സംബന്ധിച്ച് അവളുടെ ശാരീരിക പരിധി എന്ന് പറയുന്നത് അവളുടെ ഭർത്താവിൻ്റെ ശരീരമാണ്. ഒരു ഭർത്താവിനെ സംബന്ധിച്ച് അവൻ്റെ ശാരീരിക പരിധി എന്ന് പറയുന്നത് അവന് ദൈവം നൽകിയ അവൻ്റെ ഭാര്യയുടെ ശരീരമാണ്.
ആയതിനാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കെട്ടുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു നല്ല പദമാണ്. കെട്ടുകൾക്കുള്ളിൽ നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഭാര്യയും ഭർത്താവും, ബീയിങ് ഇൻ ദ ലിമിറ്റ്. ആയതിനാൽ ഇനി അങ്ങോട്ട് ബൗണ്ടറിക്കകത്ത് നിന്നുള്ള സേവനങ്ങൾ, ബൗണ്ടറിക്കകത്ത് നിന്നുള്ള സ്നേഹം ഉളവാകുവാനുള്ള ഒരു വലിയ വിളിയാണ് മാര്യേജ്, വിവാഹം എന്ന് പറയുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ഭാവുകങ്ങളും സമൂലമായിട്ട് ഞങ്ങൾ നേരുന്നു. വ്യക്തിഗതമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വന്നിയ വൈദികരുടെ അനുവാദത്തോടെ അറിയിക്കുകയാണ്. ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ രണ്ട് കപ്പിൾസ്, ഇവരുടെ മാതാപിതാക്കളൊക്കെ സെറ്റിലായിരിക്കുന്നത്. അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളൊക്കെ സന്നിഹിതരായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മോൻസന്റെ വധുവായ ജെറീനായുടെ മാതാപിതാക്കളോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് എനിക്ക്. മറ്റൊന്നുമല്ല, കുടുംബവും നാടുമൊക്കെ ഉപേക്ഷിച്ച് ഉപരിപഠനം പഠിക്കുവാൻ പോകുന്ന ഞങ്ങളെപ്പോലെയുള്ള വൈദികർ, അത് ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ ഓർത്തഡോക്സ് എന്നോ യാക്കോബായ എന്നോ കത്തോലിക്ക സഭയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വൈദികരെയും സ്നേഹിക്കുവാനുള്ള, അവരെ സ്വീകരിക്കുവാനുള്ള, കുറഞ്ഞ പക്ഷം ഒരു പാത്രം പച്ചവെള്ളം കൊടുക്കുവാനുള്ള ഒരു നല്ല മനസ്സുള്ള മാതാപിതാക്കളാണ് ഈ മകളുടെ, ഈ ജെറിനായുടെ മാതാപിതാക്കൾ, ഒപ്പം ഈ മോൻസന്റെയും മാതാപിതാക്കൾ എന്ന് പറയുന്നത്. ഈ കുഞ്ഞുമോൻചാൻ്റെയും സൂസമ്മാമയുടെയും സഹോദരങ്ങളുടെ മക്കളൊക്കെ അവിടെയുണ്ട്. ഇവരൊക്കെയാണ് ഞങ്ങളെപ്പോലെയുള്ള വൈദിക ശ്രേഷ്ഠരെയൊക്കെ ഒന്ന് കാണുവാനും സന്തോഷം പങ്കിടുവാനുമൊക്കെ പലപ്പോഴും ആ വിദേശ രാജ്യത്ത് ഉള്ളത്. അവരോടുള്ള സ്നേഹത്തിന് ഒരു പ്രത്യുപകാരം എന്ന് പറയുന്നത് അവരുടെ മംഗളകർമ്മങ്ങളിൽ പങ്കാളിയുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും തിരിച്ചു കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്കില്ല. മറ്റൊന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഞങ്ങളെല്ലാവരുടേതുമായ അനുഗ്രഹങ്ങളും ആശംസകളും നന്മകളും സമൂലമായിട്ട് നേരുന്നു. ഒരു കാര്യം മാത്രം ഓർക്കുക, ദൈവമില്ല എങ്കിൽ, ഒരു രസകരമായ വാക്കുണ്ട്, ഞാനൊരു പാവം സീറോ, വിലയില്ലാത്തൊരു സീറോ, ഞാനൊരു പാവം സീറോ, എന്നും വിലയില്ലാത്ത സീറോയാണ്. ഒന്നെന്നുള്ള ഒരു ഈശോ എന്നിയുടെ മുമ്പിൽ വന്നാൽ ഞാൻ വിലയേറിയ ഒരു ഹീറോയാണ്. അതുകൊണ്ട് വിതൗട്ട് ക്രൈസ്റ്റ് വി ആർ സീറോ, ബട്ട് വിത്ത് ക്രൈസ്റ്റ് we are heroes. Keep in mind. May God bless you. And on behalf of the whole community, we welcome the friends of Jerina and Monson who came from Austria, Vienna. Hearty welcome to all of you, dear friends, and may God bless you. Thank you. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് വിവാഹമെന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ, ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നയിക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്യിക്കുന്ന നിത്യമഹത്വം നേടുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാൽ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഈ ജെറിനെയും മോൻസിനെയും ജെറീനയെയും തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ അവരെടുക്കാൻ പോകുന്ന ഈ ഉടമ്പടി പൂർത്തീകരിക്കുവാൻ അവർക്ക് ഇടവരുത്തണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഇവിടെ മേൽ നൽകുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, വിവാഹ ഉടമ്പടി നടക്കാൻ പോവുകയാണ്. നിങ്ങൾ രണ്ട് കൂട്ടരുടെയും ഓരോ സാക്ഷികൾ രണ്ട് ഭാഗത്ത് നിൽക്കുവാൻ ശ്രദ്ധിക്കുക. മോൺസൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജെറീനയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ജെറീന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മോൺസനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷിയാണല്ലോ. രണ്ടുപേരും വലതുകരം പിടിക്കുക. അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടുകൂടി കുടുംബജീവിതം നയിക്കുവാൻ
നമ്മുടെ കർത്താവ് ശംസിയ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ആമേൻ. ഈശ്വരനെ വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവിൽ വിശ്വാസ സ്നേഹത്തിൽ വധുവാനോ ബന്ധിക്കുന്ന ഈ കാര്യം ദയാപൂർവം ആശീർവദിക്കേണ്ട ഹൃദയമായ കാര്യം അഭേദ്യമായ സ്നേഹത്തിനും പൂർണ്ണമായ സ്നേഹം ഇവരെ ബന്ധിക്കുമാറാകുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷങ്ങൾ സഹിക്കുവാനും വിശ്വസിച്ച് രക്ഷിക്കാതെ ജീവിക്കാനും ഇതിലും മിത്രമായിരിക്കും പുരുഷകൾക്ക് ശക്തി നൽകട്ടെ. ഇതോടെ വിശിഷ്ടരുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവം ഈ ദമ്പതികളുടെ സ്നേഹത്തിന് വിശിഷ്ടരുടെ അടയാളമായി ഇതിൽ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രഭാവരത്തിൻ്റെ അനുസരിച്ചാൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരണവാനായ കർത്താവ് ഈ മന്ത്രോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്യമായി എന്ന് ധരിക്കുവാൻ ഈ ദമ്പതിമാർ അനുഗ്രഹിക്കേണ്ട ഗുണാത്മയായ പരിശുദ്ധ സഭയും മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവ് ലോകത്തിൽ നിഷ്പുരാജ്യം സ്വർഗത്തിൽ മതത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പുതിയ കുടുംബത്തിൽ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. പുതിയ കുടുംബത്തിൽ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. ഉന്നതമാ അമ്പരവീതികളും മംഗളഗീതികളിൽ മുങ്ങി വിളങ്ങുന്നു. നവദമ്പതിമാരെ ഭാവുകമരുളുന്നു, മഞ്ജുളവാണികളാ മംഗളമരുളുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് ഈ വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. വിശുദ്ധനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനാകും. അന്തിനെ സൗന്ദര്യാലും പരിശുദ്ധാത്മാവിനാലും അവിടെ നിങ്ങളെ സമ്പന്നരാകും. തിരുസഭയുടെ ശിരസായ വിഷയപ്പോഴും നിങ്ങളുടെ ഭരണവട്ടാവും സംരക്ഷിതമായിരിക്കുകയും ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുന്ന് നിങ്ങൾക്ക് വിജയമായിരിക്കട്ടെ. മാനസികവും ശാരീരിക ആരോഗ്യവും ഭൗതികമായ ശുദ്ധിയും അവിടുന്ന് നിങ്ങൾ ചെറിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിന് അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ വിശുദ്ധിയും ബഹുമാനത്തിനും ആരാധന സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായ എന്നെ നിന്റേതായി മാറ്റൂ. കാരുണ്യമേ ആനന്ദമേ കൂദാശയാം എന്നിലൂ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായ എന്നെ നിന്റേതായി മാറ്റൂ. മഴയാൽ പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരാൽ നിറയൂ എന്റെ ഹൃദയത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥാ, നിത്യം ആരാധന സ്തുതിനാഥാ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായി ഈ ദമ്പതിമാർ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിന് നായനായ മാറിയോസേപ്പിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കുദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെ മധ്യസ്ഥവും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയുടമേ സ്വസ്തി. അങ്ങിൽ നിന്ന് സ്വീകരിച്ച കുർബാന ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നമുക്ക് സ്തോത്രഗീതം ആലപിക്കാം. ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിൻ
നിന്നതിനാഥനായങ്ങ് ഞങ്ങളിന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകേ, ആരാധിക്കുന്നു പാരാകേ. ദൈവദൂതന്മാരെ വരം പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും ക്രോവേശ്രപേന്ദ്രവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനായിടും ദൈവം സംശുദ്ധൻ സംശുദ്ധൻ സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. ഭൂവും വാനവും തന്മഹിമയ തിങ്ങിടും നല്ലോ സന്തതം. ശ്രീഴും ദിവ്യപ്രേക്ഷിതർ ധന്യ ദിവ്യന്മാർ വേദസാക്ഷികൾ. നിത്യാനന്ദ പ്രതാപവാനങ്ങെ വാഴ്ത്തിടുന്നു നിരന്തരം, വാഴ്ത്തിടുന്നു നിരന്തരം. നിസ്തുലൻ പ്രഭപൂരിതൻ താത നിത്യനാമിക സൂനുവേ, പാവനാത്മത്രിക ദൈവമേ സ്തോത്രമെന്നുമെന്നേക്കുമേ. ലോകമാകവേ പാവനം സഭ കീർത്തിക്കും നങ്ങേ സാദരം, കീർത്തിക്കും നങ്ങേ സാദരം. പ്രഭവമേഴും രാജനാണു നീ ക്രിസ്തുനാഥ മഹോന്നത. ഉന്നതനായ താതൻ തന്നോടെ ദിവ്യനാം സുനുവാണു നീ. മർത്യരക്ഷയ്ക്കായി കന്യകയിൽ നിൻ അങ്ങു മന്നിടെ ജാതനായി, അങ്ങു മന്നിടെ ജാതനായി. മൃത്യുവേ ജയിച്ചങ്ങു മക്കൾക്ക് സ്വർഗവാതിൽ തുറന്നതോ. ദൈവത്തിൻ്റെ വലതുഭാഗത്ത വാഴ്വു നീ ഭവ്യശോഭയിൽ. അങ്ങു താൻ വിധിയാളനായി വരും എന്നും വിശ്വസിക്കും നീവ, എന്നും വിശ്വസിക്കും നീവ. നിന്നനർക്കമാം ശോണിതത്തിനാൽ വീണ്ടെടുത്തുരിദാസരിൽ നിൻ കൃപാമൃതം ചിന്തണേ എന്നും യാചിപ്പൂ ഞങ്ങൾ സാദരം. നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിതർ ഒത്തുചേരാൻ കനിയണേ, ഒത്തുചേരാൻ കനിയണേ. കാത്തിടൂ നാഥ നിൻ ജനങ്ങളെ, ആശിസേകണേ നിത്യവും. നീ ഭരിക്കുക നിൻ ജനങ്ങളെ, ഉന്നതിയവർക്കേകണേ. നിത്യവും ഞങ്ങളങ്ങേ വാഴ്ത്തുന്നി, പാവനാമവും തഥാ, പാവനാമവും തഥാ. ഇന്നു ഞങ്ങളിൽ പാപമേശായ്വാൻ നിന്നനുഗ്രഹം നൽകണേ. ആശ്രയിച്ചിവർ തീവ്രമായങ്ങിൽ തിങ്ങും കാരുണ്യം പുൽകുവാൻ.
അർപ്പിച്ചു നിന്നിൽ ആശ സർവവും ലേശം ലജ്ജിക്കയില്ല ഞാൻ, ലേശം ലജ്ജിക്കയില്ല ഞാൻ. പ്രാർത്ഥിക്കാം. അനന്തപരനും അപരിമിത നന്മയുടെ ഭണ്ഡാരവുമായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മഹാദാനങ്ങളെക്കുറിച്ച് അങ്ങയുടെ മഹാമഹത്വത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയോട് പ്രാർത്ഥിക്കുന്നവരെ ഉപേക്ഷിക്കാതെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അങ്ങ് ഞങ്ങളെ സ്വർഗീയ സമ്മാനങ്ങൾക്ക് യോഗ്യരാക്കണമേ എന്ന് അങ്ങയുടെ കാരുണ്യാധികത്തെക്കുറിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. This horizon, it's shining. Seems the daylight knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today.
Dear Monson, Dear Terina, we're so thankful and happy to be part of your love story today. we know each other for so long right now, and I'm so thankful to be your best friend, Monson, and our friendship has grown so steadily in the past, and I want to thank you for that. First you were only Philip's best friend, but now you're my friend too, and I'm so happy to have you in my life. Since we met Terina, we know that you're so happy and perfect together, and we wish you all the best, and you're our best friends, and we love you so much, and we're so happy to be here with you and to celebrate with you and celebrate your love and your love story, because it's unique and we love you so much. Since you met Terina, your life becomes so much happier. We do everything together as a group of 4 or 6, and every time she loves, you begin to love as well, and every person see directly that you're so in love with each other, you're so happy with each other, and we think that your love story was so beautiful, and we are so thankful to be part of it. And it was so nice for us to see how you wed each other here today, and we're so happy to be part of it. Every marriage, it's so beautiful to see that 2 families become one big family, and we saw that the 2 of your hearts become one heart, because you're so stick together, you're so in love together, and we see how much Monson loves Terina and how much Terina loves Monson. It's so beautiful. And actually we are happy that the families fit perfectly together, and that's so beautiful to see for us. And Terina was very welcomed in Monson's family, and Monson was very welcomed in Terina's family. And for us as their friends, it's very important to see that there are no struggles. Everything is perfect, everything is fine. It's the prettiest love story we ever heard, and we're so happy to be part of it. And we're very happy that this love story could take a perfect ending right here. Because it's our very first time, we want to thank you, Monson, and your whole family for especially also Monja and Manu, okay, because they're so nice to us and they're so friendly, and yeah, they're driving us everywhere we want, and they go shopping with us. They include us in the family life. We take a lunch together, dinner together, and every time we don't understand the language, they are helpful to translate it for us in German. And we feel like we're also a part of your family, and this is very important to us, and we're so thankful for that. And yeah, we love your whole family, and yeah. And I'm sure no matter what will come in the future, Monson and Terina, we will manage it together as the best friends. Monson, now everything is finished. Now after everything is finished, we can rock the party together in the evening. We can dance, celebrate and singing the whole night together, and everyone should enjoy our dance moves. Yeah. Woo!